Hello friends, welcome to channel. 𝙑𝙞𝙙𝙯 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാനും അതുപോലെ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിയൽമിയുടെ സ്മാർട്ട് ക്യാം 360 എന്നൊരു സെക്യൂരിറ്റി ക്യാമറയാണ്. ശരിക്കും ആക്ച്വലി സ്മാർട്ടായിട്ടുള്ള സെക്യൂരിറ്റി ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനൊരു 2,999 പ്രൈസ് വരുന്നുണ്ട്. നമുക്ക് ആക്ച്വലി നമ്മുടെ വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്ത് വയ്ക്കാൻ അത്രയ്ക്ക് ആപ്റ്റാന്ന് ഞാൻ പറയില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇതിന് ക്ലൗഡ് സ്റ്റോറേജ് സംഭവങ്ങളൊന്നും ഇല്ല. അതുപോലെ ഇപ്പോൾ എന്താ പറയുക, വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ഷൻ ഇല്ല, ഡസ്റ്റ് പ്രൊട്ടക്ഷൻ അങ്ങനെ സംഭവമൊന്നും ഇല്ല. അപ്പോൾ പുറത്ത് വയ്ക്കാൻ കുറച്ച് പാടായിരിക്കും. അഥവാ നമ്മുടെ ബാൽക്കണിയിൽ അങ്ങനത്തെ ഉള്ളിലത്തെ ഇൻഡോർ ഏരിയയിൽ കുറച്ച് ഇഷ്യൂ വരുന്ന സ്ഥലത്തൊക്കെ വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ശരിക്കും ഇത് ഹോമിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു നമുക്കിപ്പോൾ വീട്ടിലെ ഉള്ളിലത്തെ ഫുള്ളൊരു എന്താ പറയുക ഒരു സറൗണ്ടിങ് ഫുള്ള് നോട്ടിഫിക്കേഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇതിൻ്റെ നിങ്ങൾക്ക് കോമ്പറ്റേറ്റേഴ്സൊക്കെ അറിയായിരിക്കും. മീൻ്റെ 360 ഉണ്ട്, പിന്നെ TP ലിങ്കിൻ്റെ ഉണ്ട്, സെബ്രോണിക്സിൻ്റെ ഉണ്ട്. അതിന് 1400 റേഞ്ച് വരുന്നുള്ളൂ. ഇതിനൊരു ട്രിപ്പിൾ ഞാൻ പറഞ്ഞല്ലോ. ഇതിനെന്ന് വെച്ചാൽ 360 ഡിഗ്രി ഫുൾ റൊട്ടേഷൻ ക്യാമറയാണിത്. ഓട്ടോമാറ്റിക് മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. നമ്മൾ അനങ്ങിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തിട്ട് അങ്ങോട്ട് തിരിയും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടെക്നോളജിക്കുള്ളത്. പിന്നെ റിയൽമിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മീൻ നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ റിയൽമി ഞാൻ വാങ്ങിക്കാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ കുറച്ചുകൂടി പ്രൈവസി പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ SD കാർഡ് ഇടണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ വൈഫൈ വെച്ചിട്ടാണ്. പക്ഷേ നമ്മൾ SD കാർഡ് അതിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് നമുക്ക് ആപ്പിൽ കൂടെ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു സെക്യൂരിറ്റി ഫീച്ചറാണ് ആക്ച്വലി. പക്ഷേ കുറച്ച് നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഒരു യൂസർ ഫ്രണ്ട്ലി അല്ല, എന്നാലും പക്ഷേ ഒരു സെക്യൂരിറ്റി ഫീച്ചർ നോക്കുമ്പോൾ നല്ല സെക്യൂരിറ്റി ഫീച്ചറാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും വന്നെടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ജസ്റ്റ് അവർക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ജസ്റ്റ് മെമ്മറി കാർഡ് എടുത്ത് മൊബൈലിലോ അതോ ലാപ്ടോപ്പിലോ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അതിന് നമ്മൾ ഈ റിയൽമിയുടെ ലിങ്ക് ആപ്പ് വഴി തന്നെ എടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, അതൊരു സ്മാർട്ടാണ്. അപ്പോൾ ഇത് റിയൽമി ലിങ്ക് വഴി ആപ്പ് വഴിയാണ് സംഭവം സെറ്റപ്പ് ചെയ്യേണ്ടതും. പിന്നെ വൈഫൈ മെയിൻ അവരുടെ മേവും വേണം. അപ്പോൾ നമ്മുടെ ഒരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതൊന്നും അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. എന്ന് വെച്ചാൽ വൈഫൈ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ അത് സംഭവം ഓൺ ആവുന്നില്ല. പിന്നെ നമുക്ക് SD കാർഡ് സപ്പോർട്ടും വേണം. എന്ന് വെച്ചാൽ അതിൽ മെമ്മറി ഇൻബിൽഡ് ഇല്ല. പിന്നെ നമ്മൾ ഓൾ ടൈം നമ്മളിത് പ്ലഗിൽ കുത്തി വയ്ക്കുന്ന ടൈപ്പ് വേണം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിത് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ബാക്കി എല്ലാ സംഭവം കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഫീച്ചർ റിച്ച് സംഭവങ്ങളാണ്. പിന്നെ കുറച്ചൊരു പ്രൈവസി ഫീച്ചർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിയൽമി തന്നെ വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ബോക്സാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അൺബോക്സിങ് സെറ്റപ്പൊക്കെ ചെയ്യാം. അതിന് മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാനും മറക്കണ്ട. അതുപോലെ നമ്മൾ Instagram Facebook ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഗീവ് അവേ വീഡിയോ കുറച്ച് മുമ്പ് 2 ദിവസം മുമ്പ് ഇട്ടുണ്ടായിരുന്നു. കാണാത്തവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മളൊരു റൂട്ടറാണ് കൊടുക്കുന്നത് ഗീവ് അവേ. അപ്പോൾ കാണാത്തവർ പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സിമ്പിൾ സ്റ്റെപ്സുകളാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പോയി കാണുക കേട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ പോകാം. അപ്പോൾ നമ്മുടെ റിയൽമി സ്മാർട്ട് ക്യാമിൻ്റെ ബോക്സാണ് ഈ കാണുന്നത്. നമ്മുടെ ടിപ്പിക്കൽ നമ്മൾ റിയൽമിയുടെ അതേ കളർ തന്നെയാണ് റിയൽമി സ്മാർട്ട് ക്യാമിന് എഴുതിയിട്ടുണ്ട്. 360 ഡിഗ്രി എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് കളറാണ്. ഇതൊക്കെ വേറെ കളർ ഇറക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. വെച്ചാൽ എല്ലാവരും ഈ വൈറ്റ് കളർ തന്നെയുകൊണ്ട് ഇറക്കുന്നത് എനിക്ക് മനസ്സിലാവും. വെച്ചാൽ നമ്മൾക്ക് കാലം യൂസ് ചെയ്ത് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ വൈറ്റ് കളർ ആകെ എഫക്റ്റ് ആവുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഡെയിലി തുടക്കലോ അങ്ങനെ ആഴ്ചയിലോ തുറക്കലോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്ക് വരും. പക്ഷേ എന്തോ സ്റ്റിക്കർ സംഭവങ്ങളുണ്ട് ഇവർക്ക് എന്തോ. ഞാൻ നോക്കിയിട്ട് പിന്നെ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ നമുക്ക് ഒട്ടിക്കാനുള്ള എന്തോ റിയൽമിയുടെ സ്റ്റിക്കർ തന്നെ ഒരു സൈഡിലൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ആമസോണിലാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ആമസോണിലൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സിലേക്ക് തന്നെ പോകാം. ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാക്കേജിങ് തന്നെയാണ്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഫിനിഷ് പോലത്തെ ഫിനിഷാണ് ഇവിടെ റിയൽമി എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് 1080p WDR വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. 360 ഡിഗ്രി പാനോറാമിക് വിഷനാണ് വരുന്നത്. AI അനോമലി ഡിറ്റക്ഷൻ കൊടുത്തിട്ടുണ്ട്. വോയിസ് ടോക്ക് ബാക്ക് ഉണ്ട്. ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ ഉണ്ട്. ഫുൾ കളർ ഇൻ ലോ ലൈറ്റ് മോഡ് ഉണ്ട്. അപ് ടു 128 GB വരെ എക്സ്പാൻഷൻ ഉണ്ട്. മൾട്ടിപ്പിൾ പ്രൈവസി പ്രൊട്ടക്ഷൻ മോഡും ഉണ്ട്. അതുപോലെ മോഡൽ നെയിമായിട്ട് റിയൽമി വൈഫൈ സ്മാർട്ട് ക്യാമറ 360 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. RMH 2001 കൊടുത്തിട്ടുണ്ട്. കളർ വൈറ്റ്. CCTV ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോറേജ് മൈക്രോ SD കാർഡാണ്. പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് പ്രൈസ് കൊടുത്തിരിക്കുന്നത് 3,999 ആണ്. പക്ഷേ നമ്മൾ ബൈയിങ് പ്രൈസ് ഞാൻ വാങ്ങിയത് 2,999 ആണ് കേട്ടോ. നമുക്ക് ആമസോണിൽ അവൈലബിൾ ഉണ്ട്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടും. മറ്റേ 3,300 സംതിങ് ആണ് ഫ്ലിപ്കാർട്ടിൽ വരുന്നത്. പിന്നെ വയർലെസ് കണക്ഷനാണ് വരുന്നത്. 2.5 GHz ആണ് വരുന്നത്. ബാക്കി സംഭവങ്ങളൊന്നുമില്ല. അത്ര തന്നെ ഉള്ളൂ നമുക്ക്. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു 32 GB ഒരു കാർഡും വാങ്ങിച്ചിട്ടുണ്ട്. സാംസങ്ങിൻ്റെ EVO Plus അങ്ങനെ കാർഡാണ് വാങ്ങിച്ചത്. അത്യാവശ്യം ഒരു നോർമൽ ഹൈ എൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു നോർമൽ കാർഡാണ് വാങ്ങിച്ചത്. അത്യാവശ്യം വെച്ചാൽ നമുക്കിത് 32 GB ഫിൽ ആയിക്കോളും. ഓട്ടോ ഡിലീറ്റ് ആയിട്ട് പോയിക്കോളുമല്ലോ. അപ്പോൾ നമുക്ക് 32 GB മതി എന്ന് എനിക്ക് തോന്നിക്കൊണ്ടാണ് ഞാൻ വാങ്ങിയത്. നമുക്ക് എന്തായാലും ഇത് മാറ്റി വയ്ക്കാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഈ ബോക്സ് ഓപ്പൺ ചെയ്യണമല്ലോ, സീല്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഗീവ് വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗീവ് വീഡിയോ കാണാത്തവർ പോയി കാണുക. അല്ലെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. കാണുക, പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈസി സ്റ്റെപ്സാണ്. നമ്മളൊരു റൂട്ടറാണ് കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് റൂട്ടറാണ്.
ഗീവ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ സീല് പൊട്ടിക്കാം. എന്തായാലും നമുക്ക് സീലൊന്ന് ചെക്ക് ചെയ്യാം. സീല് പൊട്ടിയ പാക്കൊന്നും നല്ല വന്നിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും സീലൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ സീല് പൊട്ടിക്കാം. ഓക്കെയാണ്, ഒരു സീൽ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. പാക്കേജ് കുറച്ച് ചളിഞ്ഞും പിളിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഷിപ്പിങ്ങിലാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടാൽ പുതിയതാണെന്ന് തോന്നില്ല. ഞാൻ ഇപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞത് നമ്മുടെ എന്തെങ്കിലും അത് യൂസ്ഡാണോ സംഭവമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ക്യാമറ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. എനിക്ക് തോന്നുന്നത് ഇതിൽ നമുക്ക് അഡാപ്റ്ററും ഇതായിരിക്കും, നമ്മുടെ കേബിളും ആയിരിക്കും. അതെ, ഇതിൽ നമുക്കൊരു കേബിൾ വരുന്നുണ്ട്. പിന്നെ അഡാപ്റ്റർ നോർമൽ റിയൽമിയുടെ അഡാപ്റ്റർ, പണ്ട് നമുക്ക് റിയൽമിയുടെ ഫോൺ ഇറക്കിയ സമയത്തുള്ള അഡാപ്റ്ററാണ് അത്. സെയിം സാധനം തന്നെയാണ് ഇത് തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റോക്ക് ഇരിക്കാൻ പറ്റി തന്നുണ്ട്. പിന്നെ നമുക്കൊരു സ്റ്റിക്കർ ഇതിലുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതിലുണ്ട്. പിന്നെ റിയൽമി വൈഫൈ സ്മാർട്ട് ക്യാമറ വന്നിട്ട് ഒരു യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. പിന്നെന്താ ഉള്ളത്, പിന്നെ നമുക്ക് ഈ നമ്മുടെ ചുമരുമ്പോൾ വാൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രൂവും അതിൻ്റെ ഒരു പാഡും തന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഒരു സ്റ്റിക്കർ പോലെ ഇത് നമുക്ക് സ്ക്രൂ അലൈൻമെൻറ്റ് ചെയ്യാനുള്ള സ്റ്റിക്കറാണ്. ഞാൻ എന്തായാലും സ്ക്രൂ ചെയ്യാനുള്ള ഉദ്ദേശമില്ല, അപ്പോൾ ഞാൻ ഇവിടെ വെക്കുന്നു. അപ്പോൾ നമുക്ക് മെയിൻ ക്യാമറ പുറത്തേക്ക് എടുക്കാം. ഇത് ടിയറിങ് ആണോ? അല്ല, ടിയറിങ് അല്ല കേട്ടോ. അത് നമുക്കിവിടെ ഒരു ഗം പോലത്തെ ടൈപ്പ് തന്നെയാണ്, ഒട്ടിക്കുന്ന ടൈപ്പ് തന്നെയാണ്. ഇത് വെയിറ്റ് എന്ന് പറയാനുള്ള വെയിറ്റ് ഇല്ല. ശരിക്കും തൊടുമ്പോൾ ബാറ്ററി ഇങ്ങനെ സംഭവം ഇല്ലാത്തത് കൊണ്ടായിരിക്കണം, വെയിറ്റ് കുറവാണ്. പിന്നെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്യാമറ കാണാം. ഞാൻ എന്തായാലും ഇത് മാറ്റി വയ്ക്കട്ടെ. ക്യാമറ കാണാം. ഈ സൈഡിലായിട്ട് റിയൽമി ബ്രാൻഡിങ്ങും ഇവിടെ ഒരു പിയാനോ ഫിനിഷ് പോലെയാണ്. ശരിക്കും ഇത് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക്. പിന്നെ ഇത് ഇവിടെ ആയിട്ട് നമുക്ക് SD കാർഡ് ഇടാനുള്ള സ്ലോട്ടും വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നമുക്ക് അഡാപ്റ്റർ വയ്ക്കാനുള്ള സംഭവമാണ്. റീസെറ്റ് ബട്ടൺ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് താഴെയായിട്ട് പവർ നോക്കുകയാണെങ്കിൽ DC 5 വാട്ട് 1 ആമ്പിയറാണ് വേണ്ടത്. നമുക്ക് അതിൻ്റെ എന്തായാലും അഡാപ്റ്റർ വന്നതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ അഡാപ്റ്റർ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കേബിളും കൂടി നോക്കാം. എന്ത് ലെങ്ത്ത് വരുന്നുണ്ട് നോക്കാമല്ലോ. അത്യാവശ്യം നല്ല ലെങ്ത്ത് വേണമായിരിക്കും ഇരിക്കാൻ. ഇതെനിക്ക് തോന്നുന്ന ഒരു 1.5 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. എന്താ ഒരു 1.5 മീറ്റർ 1.5-2 മീറ്ററിൻ്റെ അടുത്ത് ഒരു ലെങ്ത്ത് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഇതാണ് സംഭവമാണ് വരുന്നത്. പക്ഷേ എന്തായാലും നമുക്കിനി നമ്മുടെ മൊബൈൽ എടുക്കാം. നമുക്കിനി ഇതിൻ്റെ ആപ്പ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മൊബൈൽ എടുത്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ റിയൽമി ലിങ്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. നമുക്കത് ആവശ്യമാണ്. നമുക്കിത് കണക്ട് ചെയ്യാനും അതായിട്ട് കോൺഫിഗർ ചെയ്യാനൊക്കെ നമുക്ക് റിയൽമിയുടെ ആപ്പ് വേണം. അതിൻ്റെ പേരാണ് റിയൽമി ലിങ്ക്. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 90 MB അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ കണക്ടർ ഞാനെല്ലാം കണക്ഷൻ ചെയ്ത് നമ്മൾ പ്ലഗിൽ വെച്ചിട്ടുണ്ട്. പവർ ഓൺ ആക്കിയിട്ടില്ല. എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇനി നമുക്ക് SD കാർഡ് ഇടണം. എന്ന് വെച്ചാൽ പവർ ഓഫ് ചെയ്തിട്ട് SD കാർഡ് ഇടാൻ പാടുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യനെ തപ്പട്ടെ. ഇന്ത്യ തപ്പി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ. മോസ്റ്റ്ലി എല്ലാ കൺട്രീസിൽ വരുന്നുണ്ട്. ഇന്ത്യ ഇവിടെ പോയാ ഇന്ത്യ ഇവിടെ കൊടുക്കണ്ടായിരുന്നു. ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിയൽമി ലിങ്ക് ടു അക്സസ് ഫോട്ടോസ് ആൻഡ് മീഡിയാസ്, അതിൻ്റെ ആവശ്യം തന്നെയാണോ? സേവ് ചെയ്യാനായിരിക്കും. റിയൽമി ലിങ്ക് ടെക് ട്രെഡ് സെൻ്റർ എന്നായിട്ട് എന്തോ സംഭവം കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് മുമ്പ് നമുക്ക് ഈ SD കാർഡ് ഞാൻ ഓൾറെഡി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ താഴെ കണ്ടോ, അതിൽ ഇങ്ങനെ സംഭവം ആഡായിട്ടാണ്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി റിയൽമി നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സൈൻ ഇൻ ചെയ്യട്ടെ. അതിന് മുമ്പ് നമുക്ക് ഇത് ഓണാക്കാം പവർ. അപ്പോൾ ഇത് ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു LED കാണാം. അത് ബ്ലിങ്ക് ചെയ്യണം. ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം 30 സെക്കൻഡ്. അതിന് മുമ്പ് ഞാനത് നമ്മുടെ ലോഗിൻ ചെയ്യട്ടെ. നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സെക്യൂരിറ്റിയിൽ പോയിട്ട് നമുക്ക് സ്മാർട്ട് ക്യാമറ കാണാം. അപ്പോൾ ആഡ് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ BSNLൻ്റെ നമ്മുടെ എന്താ പറയുക നെറ്റിൻ്റെ പാസ്വേഡ് സംഭവം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആഡ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബ്ലിങ്കിങ് റെഡ് എന്നിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ കൊടുക്കുകയാണ്, നെക്സ്റ്റ് കൊടുക്കുകയാണ്. സെർച്ചിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സെർച്ചിങ് വരുന്നുണ്ട്. 55 സെക്കൻഡ് ഇങ്ങനെ ഒരു സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ടിങ് എന്നിട്ട് ബെല്ല് പോലെ. എനിക്ക് തോന്നുന്നു ഓണാന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോലെ ആയിരിക്കണം. എന്താ വെച്ചാൽ സെർച്ചിങ് ആണ്, ഇതുവരായിട്ട് കണ്ടിട്ടില്ല ആൾക്ക്. സെർച്ചിങ് തൊട്ടടുത്തിരിപ്പുണ്ട് കാണിച്ചാൽ സ്കാനിങ് ഫോർ ഡിവൈസ് ആയിട്ട് വന്നിരിക്കുകയാണ്.
ഇതൊന്ന് സ്കാനും ചെയ്ത് വരട്ടെ, നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ആയിട്ട് കിട്ടാം. നേരത്തെ കുറച്ച് ടൈം എടുത്തെങ്കിലും ഇപ്പോൾ ശരി, ഇപ്പോൾ തന്നെ കാലിബ്രേറ്റ് ചെയ്ത് തുടങ്ങി, തന്നെ തിരിഞ്ഞു തുടങ്ങിയ ആൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആപ്പിലും കാണാം റിയൽമി സ്മാർട്ട് ക്യാം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പേര് മാറ്റാം, അത് ഇഷ്യൂ ഇല്ല. നമുക്ക് എന്തെങ്കിലും എൻ്റെ പേരിടാം. ഓക്കെ, ഡണ്ണ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഷെയർ ഡിവൈസസ് ആണ്. ഷെയർ കൺട്രോൾ ഓഫ് ദി ഡിവൈസ് വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അത് നമുക്ക് ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യാം. ലീഗൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അഗ്രി ചെയ്ത് കൊടുക്കണം. ഫേംവെയർ അപ്ഡേറ്റ് ഒരെണ്ണം വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലെന്ന് വെച്ചാൽ മേക്ക് ഷുവർ ഡിവൈസ് സഫിഷ്യൻ്റ്ലി ചാർജ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു ചാർജ് ഉദ്ദേശിക്കുന്നത് മനസ്സിലല്ലേ, ഇത് ഓൾ ടൈം നമ്മൾ ഇതിൽ ചാർജിങ് സംഭവം ഒന്നുമില്ല. നമ്മൾ ഓൾ ടൈം ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ടേയിരിക്കണം, നല്ല വർക്ക് ചെയ്യുള്ളൂ. ഇതിലെന്താ അങ്ങനെ പറയണമെന്ന് അറിയില്ല. സഫിഷ്യൻറ്റ് ചാർജ് ഓർ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു പവർ സോഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. ന്യൂ ഫേംവെയർ ഡിക്റ്റേറ്റർ എന്ന് പറയുക, അതിൽ ഇൻക്രീസ് കണക്ഷൻ സ്പീഡ്, ഇംപ്രൂവ് സ്റ്റെബിലിറ്റി, സപ്പോർട്ട് വോയിസ് അസിസ്റ്റൻസ്, വർക്ക് വിത്ത് ഓക്കെ ഗൂഗിൾ, വർക്ക് വിത്ത് അലക്സ. ഇത് രണ്ടും നമുക്ക് സപ്പോർട്ട് ഉണ്ട്. അലക്സയും നമുക്ക് ഗൂഗിളും സപ്പോർട്ട് ഉണ്ട് ഇതിൽ വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ നമുക്കിതിൽ രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനോ, അങ്ങനത്തെ ഡിറ്റക്ഷൻ ആക്ടിവേറ്റ് ചെയ്യാനോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് പിന്നെ വേറെ കുറേ ഫംഗ്ഷൻസ് മോഡുകൾ ഇതിലുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഇതാണ് 2-3 സ്റ്റിക്കർ കിട്ടിക്കുന്നത്. നമുക്ക് ഇവിടെ ഒട്ടിക്കാനുള്ള ടൈപ്പാണ്. പിന്നെ ഒരു എന്താ പറയുക, ഒരു പോട്ടിൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ കിട്ടിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്ഡേറ്റിംഗ് ആയിട്ടുണ്ട്. നേരത്തെ ഇതിൻ്റെ നമ്മുടെ LED നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല, ഒരു മൾട്ടി കളറിലാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്ഡേഷൻ്റെ ആയിരിക്കണം ചാൻസ്. അതിനാണ് എന്നുവെച്ചാൽ അപ്ഡേഷൻ്റെ സമയത്തുള്ള ഒരു എന്താ സൗണ്ട് വന്നു. 99% ആയിട്ടുണ്ട്. ഇപ്പോൾ റെഡ് ആയിട്ട് ഇവിടെ ഒരു 2 to 3 minutes എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്കിതിനായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഞാൻ എന്താ റിയൽമിയുടെ വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് എന്താ പറയുക, മീൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മീൻ്റെ പിക്ചർ ക്വാളിറ്റിയും ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് നമുക്ക് പിക്ചർ ക്വാളിറ്റി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതെടുക്കാൻ കാരണം. പിന്നെ വേറെ ഞാൻ ആദ്യം സെബ്രോണിക്സിൻ്റെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് നമുക്ക് ഈ ഫീച്ചേഴ്സുകൾ കുറവാണ്. പോരാത്തതിന് നമ്മുടെ ഈ ക്യാമറയുടെ ക്വാളിറ്റി ഭയങ്കര അത്യാവശ്യം കുറവാണ്. അപ്പോൾ നമ്മുടെ ഫുൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിലേക്ക് പോകാം. അപ്പോൾ ഇതായാലും ഓൾറെഡി വന്നുകൊണ്ട് നമ്മുടെ ഈ വ്യൂവിലത്തെ നമുക്ക് ബാക്ക് സൈഡിലത്തെ വ്യൂ ആണ് കാണുന്നത്. ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്യണം. താഴേക്കൊക്കെ ആൾ പോകുന്നുണ്ട്. ഫോട്ടോ എടുത്താണ് ആൾ തിരിച്ചും വരുന്നുണ്ട്. ഫുൾ നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇങ്ങനെ തിരിച്ചു വയ്ക്കാം. നമ്മുടെ ട്രൈപോഡ് കാണിക്കുന്നത് ഇപ്പോൾ നൈറ്റ് വിഷൻ മോഡിലേക്ക് പോയിരുന്നുണ്ട്. കൺട്രോളിൽ നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കണ്ടു. നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് തിരിക്കുകയൊക്കെ ചെയ്യാം. മുകളിലേക്കും വേണമെങ്കിൽ ആക്കാം. നമ്മുടെ ലൈറ്റൊക്കെ കാണും. അപ്പോൾ സംഭവം ഫീച്ചേഴ്സ് നമുക്ക് ഞാൻ ഈ ആപ്പ് ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് പരിചയം. ഇപ്പോൾ കൺട്രോൾ നമ്മളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞാൽ അലാറാം സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് അലാറാംസ് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ മോഷൻ ഡിറ്റക്ഷൻ സൗണ്ടൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ പോരാത്തതിന് റീപ്ലേ മോഡുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ എടുത്ത സംഭവം തിരിച്ച് കാണാനുള്ളത്. അതുപോലെ കോൾ മോഡുണ്ട്. നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. നമുക്ക് മൈക്രോഫോൺ അസസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പെർമിഷനിൽ. അതിൽ നമുക്ക് മൈക്രോഫോണിൽ പോയിട്ട് ഹലോ വൈൽ യൂസിങ് കൊടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് ബാക്കിലേക്ക് പോയിട്ട് കോൾ കൊടുക്കുകയാണെങ്കിൽ ഹലോ ഉണ്ട്. നമ്മുടെ സൗണ്ട് വരുന്നുണ്ടോ? ഹലോ തൊട്ടടുത്ത കാരണം നമുക്ക് കുറച്ച് മൈക്ക് വരുന്നുണ്ട്. അതൊന്ന് കണക്ട് ചെയ്യാം. പിന്നെ ഫോട്ടോസ് എടുത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്നുമില്ല. പിന്നെ ഒരു ഫീച്ചറും കൂടി ഉണ്ട്. മൾട്ടി ചാനലാണ്. നമുക്കിതിൽ 4 ഇതുവരെ നമുക്ക് കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. നമുക്കിത് വേണമെങ്കിൽ SD മോഡിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഡിസ്പ്ലേ ഫുള്ളാക്കാം, സൗണ്ട് ഓഫ് ആക്കി വയ്ക്കാം. അതുപോലെ വീഡിയോ മോഡ്, ട്രിം മോഡുണ്ട്, ഓഫ് മോഡും ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഫുള്ളൊരു ആപ്പിൻ്റെ സംഭവം ഫുൾ വരുന്നത്. അപ്പോൾ നമ്മുടെ പേര് ഇവിടെ വരുന്നുണ്ട്, ഷെഡ്യൂൾസ് ഇവിടെ വരുന്നുണ്ട്, സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ. അവിടെ ഇൻഡിക്കേറ്റർ വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യുക ഓൺ ചെയ്യാം. ഇമേജ് സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജിൻ്റെ ക്വാളിറ്റി സെറ്റ് ചെയ്യാം. നൈറ്റ് വ്യൂ, ഓട്ടോ മോഡാക്കാം, ആൻറ്റി ഫ്ലിക്കർ കൊടുക്കാം, ഡിസ്റ്റോർഷൻ കറക്ഷൻ കൊടുക്കാം. അതുപോലെ അലാറാം സെറ്റിങ്സ് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ പാൻ ടിൽറ്റ് മോഡും കൺട്രോൾ ചെയ്യാം, മോഷൻ ട്രാക്കിങ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് മോഷൻ ട്രാക്കിങ് ഓണാക്കി കൊടുക്കാം. പാൻ ടിൽറ്റ് കാലിബ്രേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് സെറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞ 32 GB ഇട്ടേക്കണം. അപ്പോൾ ഇതിൽ 28 GB കാണിക്കുന്നുണ്ട്. യൂസ്ഡ് 0 ആണ്. ഇപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ആയിട്ടുണ്ട്. റെക്കോർഡിംഗ് മോഡ് കണ്ടിന്യൂസ് ആണ് കേട്ടോ. 2 മോഡ് കേട്ടോ, കണ്ടിന്യൂസും ഇവൻ്റ് ട്രിഗേർഡും ഉണ്ട്. റെക്കോർഡ് വീഡിയോ കണ്ടിന്യൂസ്ലി, റെക്കോർഡ് വീഡിയോ ഓൺലി വെൻ ആൻ അലാറാം ഇസ് ട്രിഗേർഡ്, അങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഫോർമാറ്റ് മോഡും ഉണ്ട്. നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് സംഭവം എത്ര സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഡിവൈസ് ഷെയറിംഗ് ഉണ്ട്, മാക് അഡ്രസ്, ഫേംവെയർ അപ്ഡേറ്റ് നമ്മളിപ്പോൾ ചെയ്തല്ലോ. അപ്പോൾ അതാണ് ഫുൾ സംഭവം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു കുറച്ച് വീഡിയോസ് നമുക്ക് ഇത് കൂടെ ഇടയ്ക്കുള്ളിൽ കാണാൻ പറ്റും. ഞാൻ ലാസ്റ്റായിട്ട് ഇടാം.
അപ്പോൾ ഒരു നല്ല സംഭവം തന്നെയാണ് കേട്ടോ, നിങ്ങൾക്ക് നോക്കാവുന്ന സംഭവം തന്നെയാണ്. നിങ്ങളൊരു സെക്യൂരിറ്റി ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ, സ്മാർട്ട് സെക്യൂരിറ്റി ക്യാമറ നോക്കുക, പ്രത്യേകിച്ച് സ്മാർട്ട് സെക്യൂരിറ്റി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മീ സെലക്ട് ചെയ്യാണ്ടിരിക്കുക നല്ലത്. ചെയ്യുന്നത് ആ റേറ്റിന് വലിയൊരു 200 ഡിഫറൻസ് ഉള്ളൂ, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി കുറവ് ആ മീനുണ്ട് നമ്മുടെ ഈ വീഡിയോൻ്റെ ക്വാളിറ്റിക്ക്. അതുകൊണ്ട് നിങ്ങൾ എടുക്കാണ്ട് ചെയ്തിട്ട് റിയൽമി എടുക്കുക നല്ലതെന്നുണ്ട് കുറച്ചും കൂടി. പിന്നെ അതിൻ്റെ റേറ്റ് കുറഞ്ഞ് നോക്കുകയാണെങ്കിൽ TP ലിങ്കിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കുറച്ച് നമ്മുടെ നല്ല സെക്യൂരിറ്റി ക്യാമറസിൻ്റെ ഇടാം, താല്പര്യമുള്ളവർക്ക് പോയി നോക്കാട്ടോ. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഒരു 30,000 രൂപയ്ക്ക് നമുക്ക് ഇത് വാങ്ങാൻ നല്ലതാണ് അത്യാവശ്യം. പിന്നെ ഇതിലൊരു വേറെ പോയിന്റ് എന്ന് വെച്ചാൽ നമുക്കിതിൽ വാട്ടർ പ്രൂഫ് ഒന്നുമില്ല കേട്ടോ, ഡസ്റ്റ് പ്രൂഫും സംഭവമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പുറത്ത് വാട്ടറിൻ്റെ സമയത്ത് റെയിൻ്റെ സമയത്തൊന്നും വെക്കാനൊന്നും പറ്റില്ല കേട്ടോ, അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. അപ്പോൾ കുറേ പേര് കണ്ടുപോകുന്നുണ്ട്, സബ്സ്ക്രൈബും ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റൊക്കെ തരികയാണെങ്കിൽ നമ്മുടെയൊക്കെ വീഡിയോയുടെ അതിൻ്റെ സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ്. എത്ര കമൻറ്റ് വന്നാലും മാക്സിമം നമ്മൾ ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ തരും കേട്ടോ. അത് നിങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വ്യൂവേഴ്സിൻ്റെ കമൻറ്റ്സ് നമ്മൾ ഫുൾ റിപ്ലൈ തന്നിരിക്കും. നിങ്ങൾക്ക് എൻ്റെ മുമ്പത്തെ വീഡിയോ എല്ലായിടത്തും നോക്കിയാലും അറിയാം. ഒറ്റ കമൻറ്റ് നമ്മൾ റിപ്ലൈ ചെയ്യാണ്ട് വിട്ടിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കുറയ്ക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഗീവ് അവേ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പോയി കാണുക, ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കാം, പോയി കാണിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.